ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു എഗ്ഗ് കറിയാണ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ക്രീമിയും തിക്കല്ലായിട്ടുള്ള ഒരു എഗ്ഗ് കറി. എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡിഷാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 3 ചെറിയ സവാള, ഒരു ചെറിയ തക്കാളി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ആദ്യമായിട്ട് നമുക്ക് സവാളയും തക്കാളിയും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇതേപോലെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞതും അതുപോലെ കറിവേപ്പിലയും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ അത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ആഡ് ചെയ്യാം. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി വഴന്നു വന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കണം. ഒരു തക്കാളി മതി, അത്രയും പുളിപ്പ് മതി. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ അതൊന്ന് കുഴഞ്ഞു വന്നു. അപ്പോൾ ഇനി മുളക് പൊടി 1 ടീസ്പൂൺ എരിക്കനുസരിച്ച് ചേർക്കാം. കൂട്ടോ കുറക്കുകയോ ചെയ്യാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇത് കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കണം. അത് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മളത് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറുകി അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നും കൂടെ കുറുകി വരണം, അതാണ് അതിൻ്റെ പരുവം. ആ സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സി എടുക്കാം. അതിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ, അതുപോലെ 3-4 ചെറിയ ഉള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ഇത് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല മഷി പോലെ പേസ്റ്റാക്കി എടുക്കണം. ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. കുറുക്കി വന്നിട്ടുള്ള ഈ കറിയിലേക്ക് നമുക്കിനി ആ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയാണ് ഇതിന് ക്രീംനെസ്സും തിക്നെസ്സും കൊടുക്കുന്നത്. തേങ്ങ ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്യുക. പക്ഷേ ഈ വലിയ ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ശരിക്കും ഇതിൻ്റെ ഹൈലൈറ്റ്. ഇനി ഇതൊന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യണം. പക്ഷേ അതിന് മുന്നേ നമുക്ക് എഗ്ഗ് ഒരു 4 സൈഡും ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതും കൂടെ ചേർത്തിട്ട് തിളപ്പിക്കാൻ വെക്കാം. അങ്ങനെയാണെങ്കിൽ ആ എഗ്ഗിലേക്കും കൂടെ ആ ഫ്ലേവറൊക്കെ കിട്ടും. ഇനി ഇത് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം. അതിന് ശേഷം മാത്രം നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം മൂടി വെച്ച് അടക്കണം. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ സെർവ് ചെയ്യാവൂ. അപ്പോഴാണ് ഈ കറിയുടെ ഒരു ഫ്ലേവർ ശരിക്കും കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ക്രീമി തിക്ക് എഗ്ഗ് കറി റെഡി ആയിട്ടുണ്ട്. ഞാനതിൻ്റെ കൂടെ പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇടിയപ്പത്തിലും ചപ്പാത്തിക്കും ഒക്കെ എല്ലാം നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു.